5 മണിക്ക് വരാന്നല്ലേ പറഞ്ഞു. ഇപ്പൊ സമയം നോക്ക 5:10. ഇത്ര ഇഷ്ടമില്ലാത്ത കൊച്ചു. നല്ല ബ്ലോക്കിലും പെട്ടതായിരിക്കും. നമ്മൾ വന്നപ്പോ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ചേട്ടന്റെ ആ മാട്രിമോണിയൽ ഫോട്ടോ കണ്ട ആരെങ്കിലും വരും? എനിക്ക് തോന്നുന്നില്ലല്ലോ. നീ എനിക്ക് കൂട്ടുവന്നാണോ അതോ എന്നെ കളിയാക്കാൻ വന്നാണോ? എനിക്ക് തോന്നുന്നില്ല ആ കൊച്ചു വരുള്ളൂ. ചേട്ടന്റെ നീ എവിടെ കിടന്ന് ഓടണേ? കുറച്ച് പതുക്കെ പോയാൽ മതി. അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അതിനെന്താ, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം. നീ ഒന്ന് പോയടാ. അമ്മ പയ്യെ പോവും. സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചല്ല, ഒരു 20 മിനിറ്റ്. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. ഇത് ദശമി സിസ്റ്ററാണ്. ഏത് ഹോസ്പിറ്റലിലെ? ഇതാരെ ഡ്രൈവറാണോ? അല്ല, ഫ്രണ്ട് രാജീവ്. നിങ്ങളൊന്നും കഴിക്കാൻ പറഞ്ഞില്ല. നല്ല വിശപ്പുണ്ട്. വെയിറ്ററോടെ വെയിറ്ററോടെ. ചേട്ടാ ഒന്ന് വന്നേ, നമുക്ക് അപ്പുറത്തെ ടേബിളിലിരിക്കാം. അവിടെ എന്തിന്നാ പോരെ? നീ ഓക്കെ അല്ലേ അമ്മു? ഞാൻ അപ്പുറത്ത് പോവാണ്. സേഫ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ. മാട്രിമോണിയിലെ ഫോട്ടോ കുറച്ച് പഴയതാണ്. പ്രൊഫൈൽ അവളുണ്ടാക്കിയതാ. അതിൽ ചാറ്റ് ചെയ്യുന്നൊക്കെ അവളാ. കുഴപ്പമില്ല, എന്റെ പ്രൊഫൈൽ നോക്കുന്ന അച്ഛനാ. ദശമി എന്നല്ലേ പേര് പറഞ്ഞേ? അതെ, കുട്ടി ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയമാണ്. ചാൻസ് ഇല്ല. മാട്രിമോണി മാത്രമേ ഉള്ളൂ, ഡേറ്റിംഗ് ആപ്പ് നോക്കിയില്ല. അതൊക്കെ നോക്കിയതാ. സ്വൈപ്പ് ചെയ്തപ്പോൾ 2-3 പ്രൊഫൈൽ മാച്ച് ആവുകയും ചെയ്തു. അപ്പൊ മെസ്സേജ് അയക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ടുള്ള പരിപാടിക്ക് നമ്മളെ കിട്ടൂല. എനിക്കും അങ്ങനെ കാശ് മുടക്കാന്ന് പറഞ്ഞാൽ എന്നാലും എവിടെയോ കണ്ടിട്ടുണ്ട്. ഏത് കോളേജിലാണ് പഠിച്ചത്? സെന്റ് ആൽബർട്ട്സ്. ആ, അത് പറ. ഞാൻ എവിടെയല്ലേ പഠിച്ചത്? 2009-12 ബാച്ച്. ഞാൻ ആ സമയത്ത് 2-ലോ 3-ലോ. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല ഏട്ടാ. ഞാൻ ചെറുപ്പാണ്. അത് പറഞ്ഞപ്പോ മനസ്സിലായി. അതാരാ കൂടെ വന്നേക്കണേ? ബെസ്റ്റ് വല്ലതും ആണോ? ആ പൊട്ടനോ? വരണ്ടാന്ന് ഞാൻ കൊറേ തവണ പറഞ്ഞതാ. കൂടെ വർക്ക് ചെയ്യുന്നതാ, പറഞ്ഞതല്ല. ചേട്ടാ, ഷോ ചേട്ടാന്ന് വിളിക്കണോ അമ്മാവെന്ന് വിളിക്കണോ ഇനി ഞാൻ? ശരിക്കണ ഞാൻ വെറുതെ അല്ലട്ടോ നിന്റെ ചേട്ടന് പെണ്ണ് കിട്ടാതെ. നിന്റെ കൂടെ അല്ലേ പെണ്ണാണോ നടക്കണം? അവിടെ ഇരിക്കാൻ. സത്യം പറ, ചേട്ടൻ ആ ചേച്ചിയുടെ കൂടെ അന്ന് കല്യാണം മുടക്കല്ലേ? ആര് പറഞ്ഞു? അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നെ ഇങ്ങനെ അപ്പ കാണണം മണ്ടലൊന്നും 2 ഫ്രണ്ട് കല്യാണം അയക്കാൻ പോകാം. അവൾ ഇതിൽ റിച്ച് ഗേളാ. പണ്ടെങ്ങാണ് എന്റെ കോളേജിൽ പഠിച്ച ചേട്ടനായിട്ട് പറയാം. ചേട്ടൻ ആ ചേച്ചിക്ക് ഒട്ടും ചേരുന്നില്ല. എന്റെ ചേട്ടനെ ചേച്ചി നോക്കിയാ എന്താ ചേർച്ച. എന്റെ ചേട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലേ? ചേട്ടൻ വന്നപ്പോ ഒരു സിസ്റ്ററിന്റെ കോമഡി പറഞ്ഞില്ലേ, അതൊന്ന് എഴുതി തരണേ. അത് വീടിന്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാണ്. വരുന്നവർ ചിരിച്ചോട്ടെ. ഇപ്പൊ ഈ കല്യാണം നടക്കുന്ന നീ ഇപ്പൊ കാണിച്ച അമ്മു, വാ നമുക്ക് പോ. അതൊന്നുമല്ല, വാ നമുക്ക് പോ. എന്തൊരു രാജ്യം മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. ടോയ്ലറ്റിൽ വല്ലതും പോണോ? ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിലെ തന്റെ അനിയത്തിയെ പിടിച്ച് പൂണ്ടിടും. അഴുക്കപ്പെണ്ണു. എന്ത് പറ്റി ദശമി? നീ ചേട്ടനോട് വല്ലതും പറഞ്ഞോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ഈ ചേട്ടൻ എന്റെ സീനിയറല്ലേ, ഞാൻ എന്തെങ്കിലും പറയൂ? അവിടുന്ന് വരുന്നുണ്ടോ? നമുക്ക് ഈ ബന്ധം വേണ്ട. അത് പറയാൻ നീ ഏതാ? ഞങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ പോയിക്കോ. രാജീവ്, നീ ഒന്ന് കൂടാവ്. ഒരു ലൈൻ പറയട്ടെ. എനിക്ക് വേണ്ട നിന്റെ ലൈമ്. ആ ലൈമൂടെ നിന്റെ അനിയത്തി കൊടുക്കും. അവിടെ അങ്ങ് വളരട്ടെ. ഞാൻ പോവാ. നമുക്ക് ഓഫീസിൽ കാണാം. എവിടെയായിരുന്നു 3-4 ദിവസം? എന്തോ ഒരു സുഖം ഉണ്ടായില്ല. അവിടെ ഞാൻ 3 ദിവസം ലീവ് എടുത്തു. എങ്കിലും അമ്മു കാണിച്ചാൽ മോശമായി പോയി. അന്ന് എൻ്റെ കൂടെ വരായിരുന്നു. അങ്ങനെയായോ? എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ഒരു തീവ്ര ഷർട്ടും അവൻ്റെ ഒരു ഓവർ സ്മാർട്ട് അനിയത്തി ഉണ്ടല്ലോ. എന്താ എൻ്റെ പേര്? സപ്തതിയാ, നവമിയാ. ദശമി, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? നിന്റെ ഇഷ്ടമല്ലല്ലോ, എന്റെ ഇഷ്ടമല്ലേ നോക്കുന്നത്. അവ ഇഷ്ടപ്പെട്ടാ? ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ. ആരത്? അതൊക്കെ എന്തിനാ നീ അറിയുന്നു? അതെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പൊ ബൈ. പോവണ എന്നോട് പറയാണ്ട് വന്നിരിക്കുന്നുണ്ടല്ലേ? നിന്നോട് പറയാൻ നീ ആരാവണ്ട. നീ ഇത്രക്ക് ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. ചീപ്പാ? ഇതൊക്കെ സ്റ്റോക്കിങ്ങാ. ആ കണ്ട കുളിമുറി ക്യാമറ വെക്കുന്ന നീ എന്നോട് സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയല്ലേ? അതൊക്കെ പണ്ടുള്ള കാര്യമല്ല. ഞാൻ ഇപ്പൊ ഒരുപാട് മാറിയില്ല. അതെ, കുളിമുറി മാറി. ഇപ്പൊ വീഡിയോ കോൾ റെക്കോർഡിംഗ് ആയി. പോലീസ് പിടിച്ച് ഏൽപ്പിക്കട്ടോ നിന്നെ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് അവരെന്താ സംസാരിക്കണം അറിയണം. എന്തുപറ്റി ദശമയെ കൊണ്ടുവരാഞ്ഞ്? ഞാൻ ചോദിച്ചതാ. അവള് പറഞ്ഞു നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ടേന്ന് പറഞ്ഞിട്ട് വന്നില്ല. മുൻപൊരു റിലേഷൻ ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെന്താ പറ്റി? പിന്നെ ഒരു 9 കൊല്ലം പ്രേമിച്ചു. പിന്നെ നമുക്ക് 2 പേർക്കും വേണ്ടാന്ന് തോന്നി. 9 കൊല്ലോ? എന്തേ 9 കൊല്ലം പ്രേമിച്ചൂടെ? അതിലും കൂടുതൽ പ്രേമിച്ചവര് വേണ്ടാന്ന് വെക്കുന്നില്ലേ? എന്നിട്ട് ചേട്ടാ,
ഞാൻ അവിടെ ഇരുന്നോട്ടെ. അതിനെന്താ ബ്രോ ഇവിടെ ഇരുന്നോ? വാ നമുക്ക് വേണ്ട, ഞാൻ നടക്കാൻ വന്നാ. നിങ്ങൾ എന്നാ നടന്നോ. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തി. എന്നിട്ടെന്താ, കുറേ കാലം പ്രേമിച്ച് നടന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അങ്ങ് കെട്ടണം എന്ന് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വേണ്ടാന്ന് വെച്ചു. അത് വിഷമമായിട്ടാണല്ലോ. വേണ്ടാന്ന് വെച്ചപ്പോഴാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറേ നാളിരുന്ന് കരഞ്ഞു. ഇപ്പോഴോ? ഇപ്പം അങ്ങോട്ട് മറന്നു വരുമ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓർമ്മിപ്പിക്കും. ഹലോ, നീ എന്തിനാണ് അവന്റെ പിറകെ നടക്കണത്? നീയല്ലേ പറഞ്ഞ അവര് പറയുന്നൊക്കെ കേട്ടിട്ട് വരാം. എന്നിട്ട് അവരെന്താ പറയണത്? അവളെ മറക്കുമ്പോ അവൻ ഗൂഗിൾ നോക്കി കരയുമോ? അതെന്തോട്ട്? ഓരോരുത്തർക്കും ഓരോരോ ഫെറ്റിഷാണല്ലോ. ഞാൻ നീ ബാക്കിയും കൂടെ കേട്ടിട്ട് വാ. പോ. അപ്പൊ എങ്ങനെയാ നമ്മുടെ പ്ലാൻ? എന്റെ ഫോട്ടോ നോക്കി കരയാനാണോ? ആദ്യം നമുക്കൊരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കരയണോ ചിരിക്കണോ. ബ്രോ ഒരു ഫോട്ടോ എടുത്തന്നെ. സെൽഫി മതിയോ? ആദ്യം ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്ക്, എന്നിട്ട് സെൽഫി എടുക്കും. ഞാനേ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വിളിക്കാം കേട്ടോ. എടുക്കലടാ പട്ടി. പട്ടിക്കുള്ള ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അതുപോലെ കുറയ്ക്കാതിരിക്കട പട്ടി. കുറച്ച് ഒന്നും അടുത്ത് നിൽക്കും. തോളിലിങ്ങനെ കയ്യിൽ താങ്ക് യു. ചേട്ടൻ എവിടെയോ കണ്ട പോലെ. കുട്ടിയുടെ വീട് കാക്കനാടല്ലേ? ഞാൻ ഇവിടെ KCB ഇങ്ങനെ ബില്ലടിക്കാനൊക്കെ വരുന്ന ആള് ഞാനാ. എന്തിനാ ഇങ്ങനെ AC ഒക്കെ ഇടുന്നത്? എന്തൊരു ചാർജാ വരുന്നത്? ഫോട്ടോ എനിക്ക് കുറച്ച് പേർക്കും കൂടെ ഫോട്ടോ എടുത്ത് കൊടുക്കാം കേട്ടോ. പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ടോ തോന്നുന്നു കേട്ടോ. പക്ഷെ ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട്. അമ്മോ AC ഇടുന്നത് കുറക്കണം കേട്ടോ. ഇന്ന് പെണ്ണുകാണലാണെന്ന് നീ രാജീവേട്ടൻ അറിഞ്ഞോ? എന്റെ രാജീവേട്ടൻ അമ്മാവൻ പറഞ്ഞല്ലോ എപ്പോഴും നിന്റെ പുറകെയാണെന്ന്. എത്ര പറഞ്ഞാലും കേട്ടില്ലേ കേറേട്ടൻ. ഇനി ഇന്നെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ? ഏയ്, സാധാരണ ഞായറാഴ്ച അച്ഛനെ സോപ്പിടാൻ ഇങ്ങോട്ട് വരാറുള്ളതാണ്. പക്ഷേ അന്ന് ഞങ്ങൾ ഫസ്റ്റ് കണ്ടതിന് ശേഷം ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വരാൻ ചാൻസ് ഇല്ല. നോക്കാം. അവൾ എന്നെ ഒഴിവാക്കിയിട്ടേ അവനെ കെട്ടാനുള്ള പ്ലാനാണ്. സമ്മതിക്കൂലേ ഞാൻ? അതിന് നിന്റെ സമ്മതം ഇവിടെ ആരാ ചോദിച്ചത്? അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കിട്ടും. ഇവിടെ മാറി കൊന്നുകളി ഞാൻ നിന്റെ അടുത്തോ. ഇപ്പൊ എന്നെ കൊല്ല്. ആകെപ്പാടെ കിട്ടുന്ന ലീവ് ഒരു ഞായറാഴ്ചയാ. ആ ഞായറാഴ്ച വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എന്നെ കൊല്ലുന്നു. നീ പോയി അവരെ കൊല്ലു. ഇന്ന് അവളെ പെണ്ണാണാനേ ആ മറ്റവൻ പോവാന്ന്. ഞാനിത് എങ്ങനെ സഹിക്കൂടാ? സഹിക്കണ്ട, നീ പോയി അത് മുടക്ക്. അല്ല, ഇന്ന് അവളെ പെണ്ണ് കാണാൻ വരുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് അവൾ ഓഫീസിലെ വേറൊരാളോട് പറയുമ്പോൾ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടില്ല. നാണമുണ്ടോ നിനക്ക്? ഇല്ലടാ, എനിക്ക് നാണമില്ല. എൻ്റെ അമ്മൂന് വേണ്ടിയിട്ടേ ഞാൻ എന്ത് തെണ്ടിത്തരവും ചെയ്യും. എങ്കിൽ നീ എന്ത് രണ്ടു നേരം വേണം കാണിച്ചോ. എന്നെ കൊണ്ട് വീട്ടിൽ പോവാം. പക്ഷെ അതിന് മുന്നേ നിന്നെ കൊണ്ട് എനിക്കൊരു പണിയുണ്ട്. എന്താ മോനെ നീ മിണ്ടാതിരിക്കുന്നേ? ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ. നീ എപ്പോഴും ഇവരോടൊക്കെ ചാറ്റ് ചെയ്തത്? സ്വന്തം അമ്മയ്ക്കൊരു മെസ്സേജ് അയക്കാത്ത ആളാണ് ഇവർക്കൊക്കെ മെസ്സേജ് അയക്കുന്നത്. അമ്മ മിണ്ടാതിരുന്നേ, ഇത് അതല്ല മാട്രിമോണി ചാറ്റ് ചെയ്ത ആരെയോ പറയുന്നത്. എന്താ അവിടെ ഒരു സംസാരം? അമ്മ എൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ കുറച്ചു കാലം പുറത്തായിരുന്നു. ആ, പിള്ളേരുടെ അച്ഛനും പുറത്താ. ഏത് പിള്ളേരുടെ? അല്ല, ഇവരുടെ അച്ഛൻ പുറത്താന്ന് പറഞ്ഞ. എന്നിട്ടെന്താ ഇത്ര നാളായിട്ടും വരാത്തേ? ഓ, വന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അല്ലേ? അല്ല, പിള്ളേരുടെ അമ്മയുടെ. അമ്മൂൻ്റെ ചേച്ചി പ്രഗ്നൻ്റാ. ഡെലിവറി കഴിഞ്ഞേ വരുള്ളൂ. അവരങ്ങ് US-ലാണ്. അവിടെ അതിന് ഇവർക്കൊരു സമാധാനമോ ഒന്നും കേൾക്കണ്ടല്ലോ. അമ്മ എന്നെപ്പോലെ വലിയ തമാശക്കാരിയാണല്ലോ. നിനക്ക് പെണ്ണിനെ കാണണ്ടേ? ഓ, അല്ലെങ്കിൽ എന്തിനാ കാണണം? എപ്പോഴും കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇത് അതേപോലെ തന്നെയാണോ മോള്? എന്നാ പിന്നെ കാണാൻ നിൽക്കണ്ടേ? അങ്ങനൊന്നുമല്ല, നല്ല ചേച്ച. ഇതാ നോക്ക്. അച്ഛനെപ്പോഴും ഇങ്ങനെയാണോ? മിക്കപ്പോഴും. അമ്മ ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇവിടെ ആയതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്. പിന്നെ സാരിയിൽ നൈസായിട്ടുണ്ട് കേട്ടാ. ദശമി ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. ആ, അവൾ ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റഗ്രാമില് 200K ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഡാൻസ് ഒക്കെ റീലൊക്കെ ഇടും. ഓ, അത് പറ. അതാ കണ്ടതുപോലെ തോന്നിയത്. ഇവളായിട്ട് പുറത്തു വന്നൊക്കെ ഭയങ്കര പേടിയാണേ. ഈ ഫോളോവേഴ്സ് ഒക്കെ ഇല്ലേ, അവരെ കൂട്ടം കൂടും. അതെന്താ? അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തു. എന്താ മോളേത്?
കണ്ടായിരുന്നത് കല്യാണം സിമ്പിളായിട്ട് നടത്താൻ അച്ഛൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം, വെറുതെ എന്തിനാ പൈസ കളയുന്നത്? ചേട്ടാ 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 ഒരു മിനിറ്റ്. എന്നാ ആ ഞാൻ ഞങ്ങളെ മനസ്സിലായോ? അന്ന് പനമ്പള്ളിയിൽ ഫോട്ടോ എടുത്തന്നില്ലേ? ആണോ? ഞാനീ ഒരുപാട് പേർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതുകൊണ്ടേ എനിക്കതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. നിങ്ങളെന്താ ഇവിടെ? ഞാനിവിടെ താമസിക്കുന്നത്. ചേട്ടനെന്താ ഇവിടെ? എനിക്ക് മനസ്സിലായി, ചേട്ടൻ ബില്ലടിക്കാൻ വന്നതല്ലേ? അത് തന്നെ. മീറ്റർ പുറകിലാണ്. അല്ല ചേട്ടൻ്റെ മെഷീനൊന്നും ഇല്ലല്ലോ. ആ ശരിയല്ലേ, മിഷി എടുക്കാൻ പറഞ്ഞോയി, തിടുക്കത്തിൽ ഇറങ്ങിയോണ്ട. ഇവിടെ ഒരെണ്ണം കാണും, ഒരെണ്ണം ബില്ലടിക്കാൻ. ഇല്ല. എങ്കിൽ ഞാൻ നാളെ എടുത്തിട്ട് ബില്ലടിക്കാൻ വരാം. നിങ്ങളുടെ കല്യാണം അല്ലേ? നന്നായി വരും. ഞാൻ ഈ വഴിയാണോ ഈ വഴിയാണോ വന്നത്? ഈ വഴിയല്ലേ? അല്ല നമ്മുടെ കല്യാണം പുള്ളിക്ക് മനസ്സിലായി. അത് ശരിയാണല്ലോ. അവർക്ക് എന്നെ മനസ്സിലായി. അവരുടെ കല്യാണം ഫിക്സായി. കല്യാണം ഫിക്സ് ആണ്. അതപ്പോ അതിപ്പോ ഫിക്സ് ആയി പോവാന്ന്. ആഹാ, എന്റെ കുക്കിന്റെ ജീവനുണ്ട് ഈ കല്യാണം ഞാൻ നടത്തില്ല. നീ പോടാ. എടോ, ഈ പെണ്ണ് കാണൽ ചടങ്ങിന് എന്തിനാ ഇങ്ങനെ നമ്മൾ പെണ്ണും ചെക്കനൊക്കെ പുറത്തു പോയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയണേ? അത് ഈ സിനിമയിലെ കണ്ടിട്ടില്ലേ? ഈ ചെറുക്കനും പെണ്ണിനും വല്ല പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കല്യാണത്തിന് പിന്മാറണമെങ്കിലൊക്കെ ആവാലോ. ഓഹോ, പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഇത് ബാധകമല്ലല്ലോ. ചിലപ്പോ വീട്ടുകാർക്ക് വല്ലതും പറഞ്ഞിരിക്കാനായിരിക്കും. അല്ല, ഇത് നിന്റെ ഫ്രണ്ട് രാജീവനല്ലേ? രാജീവൻ ഇവൻ ഇന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് ചാവും. അയ്യോ അങ്കിളെ അങ്ങനെയല്ല. ഈ അങ്കിള് അങ്ങനെയല്ല അങ്കിളെ. അങ്കിള് അങ്കിൾ എന്ത് പരിപാടിയെ കാണിച്ചേ? എന്താടാ? അല്ല അങ്കിൾ എന്ത് പരിപാടിയെ കാണിച്ചേ? ഞാൻ ഇടപെട്ട് ഈ കല്യാണം ഫിക്സ് ചെയ്യില്ലായിരുന്നോ? അല്ല സീനിയറായിട്ട് എവിടെയായിരുന്നു? നിനക്ക് എങ്ങനെ അറിയാ? അതെന്ത് ചോദ്യാമ്മേ, എന്റെ കോളേജ് തുടങ്ങിയപ്പോ തൊട്ട് പഠിച്ച ആളായത്. അല്ല അങ്കിള് അപ്പൊ ഈ കല്യാണം ഫിക്സ് ചെയ്താ? കൽപ്പന, അപ്പോൾ നമുക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം ഫിക്സ് ചെയ്യാമല്ലോ അല്ലേ? പ്രസവ? ഏത് പ്രസവം? എടാ, എൻ്റെ മൂത്ത മോളുടെ പ്രസവം. അത് കഴിഞ്ഞാലല്ലേ അവളുടെ അമ്മയ്ക്ക് വരാൻ പറ്റുള്ളൂ. അല്ല പുള്ളിക്കാരി മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ, പിള്ളേരുടെ അച്ഛനും കൂടി വരണ്ടേ? ഏത് പിള്ളേരുടെ അച്ഛൻ? ഞങ്ങളച്ഛൻ. ഓഹോ, അപ്പൊ എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണല്ലേ? പിന്നെ കല്യാണം ആവുമ്പോ പ്ലാൻ ചെയ്തു. പിന്നെ എന്താ അമ്മ ഇവിടെ ഒരു ബഹളം? ഓ അത് നമ്മുടെ രാജീവേട്ടൻ അയച്ചി. ഒരു ഗ്ലാസ് ജ്യൂസ് കൂടെ എടുത്തോ, നല്ല ക്ഷീണം കാണും. ഇതാണോ രാജീവ്? രാജീവ് എന്ന് വരും, ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ ഈ പെണ്ണുകാണലിലൊക്കെ പോകുമ്പോഴേ കുറെ ചൊറിയൻ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, പെൺകുട്ടിക്ക് എന്ത് കൊടുക്കും എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ആരുമില്ലേ നിങ്ങളവിടെ? ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു രണ്ടെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാല് അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്നു പറഞ്ഞു. അമ്മ പാറ്റി. അമ്മയ്ക്ക് വിഷമായി കാണില്ലേ? ഏയ്, ആങ്ങളമാരുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നുണ്ട് അമ്മ. പിന്നെ അച്ഛൻ്റെ സൈഡ് തന്നെ. ഞാനാ പറഞ്ഞ ഇവിടെ നിന്ന് ആരെയും വിളിക്കണ്ട, നന്നായില്ലേ? അല്ല, നമ്മുടെ രാജീവ് അകത്തോട്ട് പോയിട്ട് അണക്കൊന്നുമില്ലല്ലോ. ആ കല്യാണം മുടക്കിയോ? രാജമ്മ മിക്കവാറും തല്ലിക്കൊന്നു കാണും. നമുക്ക് നോക്കിയിട്ട് നമ്മ പിള്ളേരെ നിങ്ങളിത് എവിടെയായിരുന്നു? എത്ര നേരം പോയിട്ട്? രമേശ് ചേട്ടൻ ഭയങ്കര ക്യാരംസ് കളിയാണ്. സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ കല്യാണം അടുത്ത വർഷം ഒരു മാർച്ചിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ? ഒരു 10 മിനിറ്റ് മുമ്പ്. അല്ല രാജീവ് ഇങ്ങോട്ട് വരുന്ന കണ്ടല്ലോ, അത് അടുക്കള വഴി പോയോ? ഇതോ ആതിര ചേച്ചിയുടെ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ആതിരി, രാജീവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അമൃത പറഞ്ഞെനിക്കറിയാം. താൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം വളരെ ചീപ്പാണ്. അമൃത തന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. തൻ്റെ ഈ ചേരട്ടൻ സ്വഭാവം നിർത്തിയാൽ തന്നെ താൻ രക്ഷപ്പെടും. ഞാൻ പറയുന്ന എന്തെങ്കിലും രാജുവിന് മനസ്സിലായോ? പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഞാനിനി അമൃതയെ ശല്യം ചെയ്യില്ല, ഓക്കെ. ആതിരെ ശല്യം ചെയ്തോളാം.